ഹലോ ഗായ്സ്, ഞാൻ റഷീദ് PV RFL. ഇന്ന് ഞങ്ങൾ മട്ടൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാനും അസറുദ്ദീനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് മരത്തിൻ്റെ ഉരലിലിട്ട് കുത്തിച്ചതക്കുകയാണ്. ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അസറുദ്ദീന് ഇഞ്ചും വെളുത്തുള്ളിയും ഉരലിലിട്ട് നന്നായി കുത്തിച്ചതക്കുന്നുണ്ട്. ഞാൻ ഉള്ളിയൊക്കെ വെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അസറുദ്ദീൻ മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ്. മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ് ഇട്ട് കൊടുത്ത് അതിനുശേഷം അൽമറായിൻ്റെ സബാദി 5-6 സ്പൂണ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഇന്നത്തെ മട്ടൻ കറി ഹൈദരാബാദ് മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അസറുദ്ദീൻ ഹൈദരാബാദ്കാരനാണ്. അവൻ്റെ മോഡലിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 3 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കുകയാണ്. അതിനുശേഷം കറി വെക്കാനുള്ള പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ കുരുമുളക്, ഏലം, പട്ട എന്നിവ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായി ഇളക്കി വേവിച്ച് എടുക്കുക. ഉള്ളി നന്നായി വെന്ത് ബ്രൗൺ കളറായതിന് ശേഷം മസാല തേച്ച് വെച്ച മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ അല്പം കുറച്ച് വെച്ച് മൂടി വെക്കുക. ഇനി ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. കറി വെക്കാൻ നിന്നു. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ചക്കരമത്ത ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊരു കഷ്ണം മുറിച്ചിട്ട് കഴിക്കുകയാണ്. കക്കേരിക്കുണ്ട്. അപ്പോൾ ഈ ചൂടത്ത് ഇതൊക്കെ കഴിച്ചാൽ ഒന്ന് ശരീരമൊക്കെ ഒന്നാണ്ട് തണുക്കും. റൊട്ടി ഫ്രിഡ്ജിലുണ്ട്. ഇന്നലെ കൊടുന്നത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് 2 പാക്ക് എടുത്ത് ചൂടാക്കാൻ പോകുകയാണ്. കറി ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. മാഷാ അല്ലാ, സൂപ്പറായിട്ടുണ്ട് മട്ടൻ കറി ഹൈദരാബാദ്. എന്തായാലും അസറുദ്ദീൻ കഴിക്കൽ തുടങ്ങി. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനിതാ കഴിക്കാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാ, ഞങ്ങൾ വെച്ചതുകൊണ്ട് പറയല്ല, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റുണ്ട്. അൽമറായി സബാദിയൊക്കെ ഇട്ട് കറി ഉണ്ടാക്കിയപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ഒരു ശരീരത്തിനൊക്കെ നല്ലൊരു ഉഷാറ് കിട്ടും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നാളെ 5:30 നീക്കാനുള്ളതാണ്. അപ്പോൾ അസറുദ്ദീൻ കിടന്നു. ഞാനിതാ കറിയൊക്കെ കീസൽ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ AC ഒക്കെ ഒന്ന് സ്പീഡ് കൂട്ടി. നല്ല ചൂടാണ്. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോകുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ബൈ ബൈ.